ഓർഡിനറി ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു 6 മാസം വരെയൊക്കെ അവർക്ക് വേണമെങ്കിൽ ബില്ല് വയ്ക്കാം. അതായത് പ്രൈം മിനിസ്റ്റർ തലപ്പത്തിരിക്കുന്ന ഒരു മന്ത്രിസഭയുടെ ഒരു ഉപദേശത്തോടു കൂടി മാത്രമേ പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. എവറി ഓർഡിനറി ബിൽ ആഫ്റ്റർ ഇറ്റ് ഇസ് പാസ്ഡ് ബൈ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ കേസ് ഓഫ് എ യൂണിക്യാമറൽ ലെജിസ്ലേറ്റർ ഓർ ബൈ ബോത്ത് ദ ഹൗസ് ഇൻ കേസ് ഓഫ് എ ബൈക്യാമറൽ ലെജിസ്ലേറ്റർ വേണ്ടൊരു ബില്ലാണെങ്കിൽ ആ ബില്ലിൽ കയറിയിട്ട് നമ്മുടെ ഗവർണർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗവർണർക്ക് ആ ഒരു ഹി കനോട്ട് മേക്ക് ആൻ ഓർഡിനൻസ്, അതിൽ ഗവർണർക്ക് ഒരു ഓർഡിനൻസ് അങ്ങനെ ഒരു പ്രസിഡന്റ് പറയാണ്ട് പുറപ്പെടുവിക്കാൻ പറ്റില്ല. നമസ്കാരം, എൻട്രിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിലൂടെ നമ്മൾ ഒരു റിവിഷൻ ക്ലാസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ മുൻ ക്ലാസ്സുകളിൽ വളരെ പ്രധാനപ്പെട്ട പല ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ബേസിലാണ് നമ്മൾ വളരെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. നമുക്ക് പല ചോദ്യങ്ങളും ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ശ്രദ്ധിച്ച് ഇരിക്കുക. നമ്മൾ ജസ്റ്റ് നോർമലി നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത പല പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ടോപ്പിക്ക് ഓർഡിനറി ബിൽ വേഴ്സസ് മണി ബില്ല്. എന്താണ് ഒരു ഓർഡിനറി ബില്ലും മണി ബില്ലും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും. മണി ബിൽ ആദ്യം അവതരിപ്പിക്കുക ലോകസഭയിലാണ് അല്ലേ, അങ്ങനെ ചില 1-2 പോയിൻറ്റ്സാണ് നമ്മൾ നോക്കി പോവുക. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഓർഡിനറി ബില്ലും മണി ബില്ലും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. ഓക്കെ, ഓർഡിനറി ബില്ല് ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഐദർ ഇൻ ദ ലോക്സഭ ഓർ രാജ്യസഭ. ഓക്കെ, ഓർഡിനറി ബില്ല് നമുക്ക് ലോകസഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം, രാജ്യസഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബട്ട് മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദ ലോക്സഭ ആൻഡ് നോട്ട് ഇൻ ദ രാജ്യസഭ. എല്ലാവർക്കും അറിയുന്ന പോയിൻ്റാണ്, PSC ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അല്ലേ. മണി ബില്ല് നമുക്ക് ലോക്സഭയിൽ മാത്രമാണ്, മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദ ലോക്സഭ. ലോക്സഭയിൽ മാത്രമേ മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, രാജ്യസഭയിലല്ല. ഇനിയുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അമെൻമെൻറ്റ് ബില്ല് പഠിച്ച സമയത്ത്, ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് അത് ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഐദർ ബൈ എ മിനിസ്റ്റർ ഓർ ബൈ എ പ്രൈവറ്റ് മെമ്പർ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു ഓർഡിനറി ബില്ല് ഒരു മിനിസ്റ്റർക്കോ ഒരു പ്രൈവറ്റ് മെമ്പർക്കോ ആർക്ക് വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബട്ട് മണി ബിൽ അവിടെ ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ എ മിനിസ്റ്റർ എന്നുള്ളതാണ്. ഓക്കെ, മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ എ മിനിസ്റ്റർ. അപ്പം നമുക്കിങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ എ മിനിസ്റ്റർ, അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ എ മിനിസ്റ്റർ, എന്നിട്ട് ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ, ഫോൾസ്, 1 ട്രൂ 2 ട്രൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പം ശ്രദ്ധിക്കണം, ഓർഡിനറി ബില്ലിൻ്റെ കേസിലും കോൺസ്റ്റിറ്റ്യൂൻ്റ് അമെൻമെൻറ്റ് ബില്ലാണെങ്കിലും it can be introduced either by a minister or by a private member, but money bill can be introduced only by a minister. ഒരു മിനിസ്റ്റർക്ക് മാത്രമേ ഒരു മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. Is it clear? Next point, ordinary bill it is introduced without the recommendation of the president, but money bill can be introduced only on the recommendation of the president. ഒരു നോർമൽ ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രസിഡന്റിൻ്റെ ഒരു റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല. ഒരു പ്രൈവറ്റ് മെമ്പർക്കോ ഒരു മിനിസ്റ്റർക്കോ ലോക്സഭയിലോ രാജ്യസഭയിലോ ഒരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അവിടെ പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷൻ ആവശ്യമില്ല. എന്നാൽ ഒരു മണി ബിൽ ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ പ്രസിഡന്റ്. പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷനോട് കൂടി മാത്രമേ മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഭരണഘടനാ ഭേദഗതി ബില്ലോ ദാറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് ഓർ വിത്തൗട്ട്. അവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഇത് പഠിക്കും. ഓർഡിനറി ബില്ലിന് പ്രസിഡന്റ് റെക്കമെൻഡേഷൻ ആവശ്യമില്ല, മണി ബില്ലിന് റെക്കമെൻഡേഷൻ ആവശ്യമുണ്ട്. ഇനി ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലിന് വേണോ വേണ്ടെന്ന് ചോദിച്ചാൽ കൺഫ്യൂസ്ഡ് ആവരുത്. ഭരണഘടനാ ഭേദഗതി ബില്ലിനും പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷൻ ആവശ്യമില്ല. പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷൻ ആവശ്യമുള്ളൊരു ബില്ലാണ് ഏത്? മണി ബില്ല്. ഓർഡിനറി ബില്ലിന് പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷൻ ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഓർഡിനറി ബിൽ ക്യാൻ ബി അമെൻഡഡ് ഓർ റിജക്റ്റഡ് ബൈ ദ രാജ്യസഭ. ഒരു ഓർഡിനറി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചു, രാജ്യസഭയിലോട്ട് വിട്ടു. രാജ്യസഭയ്ക്ക് അത് ഒന്നല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ അവർക്ക് അത് റിജക്റ്റ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി അമെൻഡഡ് ഓർ റിജക്റ്റഡ് ആണ്. ഒന്നല്ലെങ്കിൽ അവർക്കത് ഭേദഗതി ചെയ്യാം, അല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് മണി ബിൽ ഇറ്റ് കനോട്ട് ബി അമെൻഡഡ് ഓർ റിജക്റ്റഡ് ബൈ ദ രാജ്യസഭ. ദ രാജ്യസഭ ഷുഡ് റിട്ടേൺ ദ ബിൽ വിത്ത് ഓർ വിത്തൗട്ട് ദ റെക്കമെൻഡേഷൻസ് വിച്ച് മേ ബി ആക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് ബൈ ദ ലോക്സഭ. അപ്പോൾ അത് പ്രത്യേക രീതിയിലാണ് മണി ബില്ല്. മണി ബില്ലിൻ്റെ അവതരണം എന്ന് പറഞ്ഞാൽ ലോകസഭയിൽ ആദ്യം അവതരിപ്പിച്ചു, ലോകസഭ പാസ്സാക്കി രാജ്യസഭയിലോട്ട് വിട്ട് കഴിഞ്ഞാൽ നോർമലി ഓർഡിനറി ബില്ലാണെങ്കിൽ രാജ്യസഭ എന്ത് ചെയ്യും, അതിൽ ചേഞ്ചസ് ഒക്കെ വരുത്താം അല്ലെങ്കിൽ വരുത്താതിരിക്കാം. അവർ ചേഞ്ചസ് വരുത്തിയിട്ട് അവർക്ക് എന്ത് ചെയ്യും, അവർ പാസ്സാക്കി അവർക്ക് പ്രസിഡന്റിൻ്റെ അടുത്തേക്ക് വിടാം. പക്ഷേ മണി ബില്ലിൻ്റെ കേസിൽ ഇറ്റ് കനോട്ട് ബി അമെൻഡഡ് ഓർ റിജക്റ്റഡ് ബൈ ദ രാജ്യസഭ. രാജ്യസഭയ്ക്ക് അതെന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ ചേഞ്ചസ് വരുത്താനോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനോ പറ്റില്ല. രാജ്യസഭ അത് അക്സെപ്റ്റ് ചെയ്തോളണം എന്നുള്ളതാണ്. രാജ്യസഭ അത് തിരിച്ചു കൊടുക്കണം ലോകസഭയ്ക്ക്, വിത്ത് ഓർ വിത്തൗട്ട് റെക്കമെൻഡേഷൻ. അവർക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഒക്കെ കൊടുക്കുക അതിനകത്ത്.
അല്ലെങ്കിൽ അങ്ങനെ തന്നെ അവർ അംഗീകരിച്ചിട്ട് അവർ തിരിച്ച് കൊടുക്കാം. വിച്ച് മേ ബി ആക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് ബൈ ദ ലോക്സഭ. അങ്ങനെ രാജ്യസഭ റെക്കമെൻഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ലോക്സഭയ്ക്ക് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ഓർഡിനറി ബില്ലിനേക്കാളും മണി ബില്ലിലെ പവർ ആർക്കാണ്? ലോക്സഭയ്ക്കാണ്. ലോക്സഭ രാജ്യസഭയ്ക്ക് അയച്ചാൽ രാജ്യസഭ ക്യാൻ അമെൻഡ് കനോട്ട് ബി അമെൻഡഡ്. രാജ്യസഭ കനോട്ട് ബി അമെൻഡഡ് ഓർ റിജക്റ്റഡ്. അവർക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നോർമലി ഒരു ബില്ല് വരുന്ന പോലെ അവർ വിത്തൗട്ട് റെക്കമെൻഡേഷൻ അവർ ലോക്സഭയ്ക്ക് തിരിച്ചു കൊടുത്തോണം. അത് റെക്കമെൻഡേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്സഭ ക്യാൻ അക്സെപ്റ്റ് ഓർ റിജക്റ്റ്. അവർക്ക് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഇവരെന്തായാലും അങ്ങോട്ടേക്ക് അയക്കും. അത് തിരിച്ച് രാജ്യസഭ ലോക്സഭയ്ക്ക് വിത്തൗട്ട് റെക്കമെൻഡേഷൻ അവർ കൊടുക്കണം. അല്ലാണ്ട് അവർക്ക് റിജക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇനി ഇവർ കൊടുക്കുന്ന റെക്കമെൻഡേഷൻ ലോക്സഭയ്ക്ക് അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ക്യാൻ ബി ഓർഡിനറി ബിൽ, ഇറ്റ് ക്യാൻ ബി ഡിറ്റൈൻഡ് ബൈ ദ രാജ്യസഭ ഫോർ എ മാക്സിമം പീരീഡ് ഫോർ 6 months. ഇപ്പോൾ രാജ്യസഭയുടെ കയ്യിലോട്ട് ഒരു ഓർഡിനറി ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 6 മാസം വരെയൊക്കെ അവർക്ക് വേണമെങ്കിൽ ബില്ല് വയ്ക്കാം. ബട്ട് മണി ബില്ലിൻ്റെ കേസിൽ ഇറ്റ് ക്യാൻ ബി ഡിറ്റൈൻഡ് ബൈ ദ രാജ്യസഭ ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 14 days ഓൺലി. ഒരു 14 ദിവസത്തിനുള്ളിൽ അവരതിലൊരു നീക്കുപോക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ്. 14 days. ഓക്കെ, രാജ്യസഭയുടെ കയ്യിൽ കിട്ടുന്ന മണി ബില്ലിന് ഒരു 14 ദിവസത്തിനുള്ളിൽ അവർ നീക്കുപോക്ക് ഉണ്ടാക്കണം. അതാണ് കണ്ടീഷൻ. സോ ഓർഡിനറി ബില്ലാണെങ്കിൽ അവർക്ക് ഒരു 6 മാസം വരെ അവർക്ക് അതിനെ ഡിറ്റെയിൻ ചെയ്യാം. പക്ഷേ ഇവർക്കത് പറ്റില്ല. ഇവർക്ക് എന്ത് ചെയ്യാം? രാജ്യസഭയ്ക്ക് മാക്സിമം 14 ദിവസമാണ് കൊടുത്തേക്കണം. ബില്ലിൽ അവർ തീരുമാനമാക്കി ലോക്സഭയ്ക്ക് കൊടുത്തോളണം 14 ദിവസത്തിനുള്ളിൽ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, it does not require the certification of the speaker when transmitted to the Rajya Sabha if it has originated in the Lok Sabha. ഇപ്പോൾ ലോക്സഭയിൽ അല്ലാണ്ട് ഓർഡിനറി ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിച്ചെന്ന് കരുതുക. ആ ബില്ലിൻ്റെ മേലെ ഒരു സ്പീക്കറിൻ്റെ സർട്ടിഫിക്കേഷൻ ഒന്നും വേണ്ട രാജ്യസഭയ്ക്ക് കൊടുക്കുമ്പോൾ. ലോക്സഭ അംഗീകരിച്ചു, രാജ്യസഭയ്ക്ക് കൊടുക്കുക. അവിടെ വേറെ വലിയ ഫോർമാലിറ്റി ഒന്നുമില്ല. ബട്ട് മണി ബില്ലിൻ്റെ കേസിൽ ഇറ്റ് റിക്വയേഴ്സ് ദ സർട്ടിഫിക്കേഷൻ ഓഫ് ദ സ്പീക്കർ വെൻ ട്രാൻസ്മിറ്റഡ് ടു രാജ്യസഭ. രാജ്യസഭയിലോട്ട് കൊടുക്കുമ്പോൾ സ്പീക്കറിൻ്റെ സർട്ടിഫിക്കേഷൻ വേണം. ഇത് ഒരു മണി ബില്ലാണെന്ന് സ്പീക്കർ സാക്ഷ്യപ്പെടുത്തി വേണം രാജ്യസഭയ്ക്ക് കൈമാറാനായിട്ട്. ക്ലിയർ ആയോ? ഇനി ordinary bill, it is sent for the president's assent only after being approved by both the houses. In case of a deadlock due to disagreement between the two houses, a joint sitting of both of the house can be summoned by the president to resolve the deadlock. Ivide it is sent for the president's assent even if it is approved by only the Lok Sabha. There is no chance of any disagreement between the two houses and hence there is no provision of joint sitting of both the houses in this regard. എന്ന് വെച്ചാൽ എന്താ? ഒരു ഓർഡിനറി ബില്ല് പ്രസിഡന്റിൻ്റെ സമ്മതത്തിന് കൊടുക്കണ എപ്പോഴായിരിക്കും? ലോകസഭയും രാജ്യസഭയും ആ ബില്ല് എന്ത് ചെയ്താൽ അപ്രൂവ് ചെയ്താൽ മാത്രമാണ് പ്രസിഡന്റിൻ്റെ അടുത്തേക്ക് വിടുന്നത്, അല്ലേ? ഇനിയിപ്പോൾ രണ്ടുപേരും തമ്മിൽ ഡെഡ് ലോക്ക് വന്നു, രണ്ടുപേർക്കും ഒരു ക്ലാഷ് വന്നു, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നു എന്ന് കരുതുക. ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ഒരു ഡിസഗ്രിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ജോയിൻറ്റ് സിറ്റിങ്ങിനുള്ള പ്രൊവിഷൻ ഉണ്ട്, അല്ലേ? പ്രസിഡന്റിന് ഒരു ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടാം, ഒരു സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ആ ഇഷ്യൂവിനെ അവർക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊന്നുമല്ല മണി ബില്ലിൻ്റെ സിറ്റുവേഷൻ. മണി ബില്ലിൽ ഇറ്റ് ഈസ് സെൻഡ് ഫോർ ദ പ്രസിഡന്റ് അസെന്റ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ഓൺലി ബൈ ലോക്സഭ. ഇനിയിപ്പോൾ രാജ്യസഭ അംഗീകരിച്ചില്ലെന്ന് വെച്ചോ, എന്നാലും മണി ബില്ല് ലോക്സഭ ഓക്കെ ആണെങ്കിൽ പ്രസിഡന്റ് അടുത്തേക്ക് വിടാം. രാജ്യസഭയ്ക്ക് അവിടെ റോൾ കുറവാണ്, അല്ലേ? റോൾ ഇല്ല എന്ന് പറയുമ്പോൾ പറയാം. ബിക്കോസ് രാജ്യസഭ അത് അംഗീകരിച്ചില്ല എന്ന് കരുതിയിട്ട് ആ ബില്ല് ലോക്സഭ മാത്രമേ അംഗീകരിച്ചുള്ളൂ എന്ന് കരുതിയിട്ട് പ്രസിഡന്റ് അടുത്തേക്ക് പോകാതിരിക്കുകയൊന്നുമല്ല, പ്രസിഡന്റിൻ്റെ അടുത്തേക്ക് അവർക്ക് അയക്കാം. ദർ ഇസ് നോ ചാൻസ് ഓഫ് എനി ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ബോത്ത് ദ ഹൗസസ്. അതായത് ഇവരുടെ തമ്മിൽ ഒരു ഡിസഗ്രിമെൻറ്റിന് ചാൻസ് ഇല്ല. മണി ബില്ലാന്ന് സ്പീക്കർ സാക്ഷ്യപ്പെടുത്തിയല്ലേ അയച്ചേക്കണേ. അവിടെ രാജ്യസഭയ്ക്ക് കയറിയിട്ട് എതിർക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് പറ്റില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അവരൊരു 14 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ആ റെക്കമെൻഡേഷൻ ഒന്നൊന്ന് കൊടുത്ത് തിരിച്ച് വിട്ടോളണം എന്നുള്ളത്. അവിടെ ഒരു ഡിസഗ്രിമെൻറ്റിനുള്ള ഓപ്ഷൻ ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ജോയിൻറ്റ് സിറ്റിങ്ങിൻ്റെ ആവശ്യവുമില്ല. ഇതിൽ മണി ബില്ലിൻ്റെ കേസിൽ മണി ബില്ലിൻ്റെ നടപടി വളരെ സ്ട്രെയിറ്റ് ആണ്. ലോക്സഭ നോക്കുന്നു, അവർ സെറ്റ് ചെയ്യുന്നു, അവർ പാസ്സാക്കുന്നു, അത് സ്പീക്കർ സർട്ടിഫൈ ചെയ്തിട്ട് രാജ്യസഭയ്ക്ക് വിടുന്നു. രാജ്യസഭ ഒരു 14 ദിവസത്തിനുള്ളിൽ തന്നെ റെക്കമെൻഡേഷനോട് കൂടിയോ അല്ലാതെയോ തിരിച്ച് ലോക്സഭയിലേക്ക് അയക്കും. ദെൻ പ്രസിഡന്റ് അടുത്ത് പോകും. പ്രസിഡന്റ് ഓൾറെഡി അത് റെക്കമെൻഡ് ചെയ്തിട്ട് വിട്ടേക്കണയാണല്ലോ, പ്രസിഡന്റ് അക്സെപ്റ്റ് ചെയ്തത് നിയമമായിട്ടങ്ങ് പോകും. മീൻസ് അത് അംഗീകരിക്കപ്പെട്ടങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ ജോയിൻറ്റ് സിറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ മണി ബില്ലിൻ്റെ കേസിലാണ്. ഇനി നമ്മുടെ ഓർഡിനറി ബില്ലിൻ്റെ കേസിൽ ഇറ്റ്സ് ഡിഫീറ്റ് ഇൻ ദ ലോക്സഭ മേ ലീഡ് ടു ദ റെസിഗ്നേഷൻ ഓഫ് ദ ഗവൺമെൻറ് ഇഫ് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ മിനിസ്റ്റർ. ഒരു ഓർഡിനറി ബില്ല് ഒരു മിനിസ്റ്ററാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചോ, അത് ലോകസഭയിൽ ആ ബില്ല് പരാജയപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും? ആ ഗവൺമെൻറ് റിസൈൻ ചെയ്യേണ്ടി വരും ഓർഡിനറി ബില്ലിൻ്റെ കേസിൽ.
കാരണം ഒരു മിനിസ്റ്റർ ഒരു ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് ലോകസഭയിലെ അംഗങ്ങളുടെ ഇടയിൽ അത് പരാജയപ്പെട്ടു പോയാൽ അവിടെ റെസിഗ്നേഷൻ ഒരു ഓപ്ഷനാണ്. എന്നാൽ മണി ബില്ലിൻ്റെ കേസിൽ ഇറ്റ്സ് ഡിഫീറ്റ് ഇൻ ദ ലോക്സഭ ലീഡ്സ് ടു റെസിഗ്നേഷൻ ഓഫ് ദ ഗവൺമെൻറ്. അവിടെയും അത് തന്നെയാണ് അല്ലേ. ആ ബില്ല് ഓർഡിനറി ബില്ലാണെങ്കിലും മണി ബില്ലാണെങ്കിലും ഇവിടെ ഒരു സാമ്യമുണ്ട്. എന്താണ്, അത് പരാജയപ്പെട്ടാൽ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ എന്താണ് റെസിഗ്നേഷനിലാണ് അത് എൻഡ് ചെയ്യുന്നത്. ഇനി ഇറ്റ് ക്യാൻ ബി റിജക്റ്റഡ്, അപ്രൂവ്ഡ് ഓർ റിട്ടേൺ ഫോർ റീകൺസിഡറേഷൻ ബൈ ദ പ്രസിഡന്റ്. ഒരു ഓർഡിനറി ബില്ല് പ്രസിഡന്റിന്റെ കയ്യിലോട്ട് ചെല്ലുമ്പോൾ പ്രസിഡന്റിന് അത് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് റിജക്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഞാനത് അംഗീകരിക്കില്ല, ഒപ്പിടില്ല എന്ന് പറയാം. അപ്രൂവ് ചെയ്യാം, യെസ് ഇറ്റ്സ് ഓക്കെ, പ്രസിഡന്റിനെ അപ്രൂവ് ചെയ്ത് മുന്നോട്ട് വിടാം. ഓർ റിട്ടേൺ ഫോർ ദ റീകൺസിഡറേഷൻ, അല്ലെങ്കിൽ നിങ്ങളിത് ഒന്നോട് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റിന് തിരിച്ചയക്കാം. 3 ഓപ്ഷനുണ്ട് ഒരു നോർമൽ ബില്ലിന്. ഓർഡിനറി ബില്ലിന് മേലെ പ്രസിഡന്റിന് 3 കാര്യങ്ങൾ ചെയ്യാം. ഒന്നല്ലെങ്കിൽ പ്രസിഡന്റിന് ഒപ്പുവയ്ക്കാം, അപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ പ്രസിഡന്റിനെ റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റീകൺസിഡറേഷൻ എടുത്ത് തിരിച്ചയക്കാം. എന്നാൽ മണി ബില്ലിൻ്റെ കേസിൽ ഇറ്റ് ക്യാൻ ബി റിജക്റ്റഡ് ഓർ അപ്രൂവ്ഡ്. റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യാം, ബട്ട് കനോട്ട് ബി റിട്ടേൺ ഫോർ ദ റീകൺസിഡറേഷൻ. ഒരിക്കലും റീകൺസിഡറേഷന് വേണ്ടിയിട്ട് തിരിച്ചയക്കാൻ പറ്റില്ല. സോ റീകൺസിഡറേഷൻ എന്നൊരു ഓപ്ഷൻ ഇല്ല. നോർമലി റിജക്റ്റ് ചെയ്യാറില്ല പ്രസിഡന്റ്, കാരണം പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷനോട് കൂടിയിട്ടാണ് ഈ ബില്ല് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെ പ്രസിഡന്റിന് അത് റിജക്റ്റ് ചെയ്യേണ്ട ഒരു റീസൺ ഇല്ല അവിടെ. ഓക്കെ, പക്ഷെ പ്രസിഡന്റിന് ഈവൻ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പോലും പ്രസിഡന്റിന് ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല എന്നാണ് പറയുന്നത്. റീകൺസിഡറേഷന് വേണ്ടിയിട്ട് തിരിച്ചയക്കാൻ പറ്റില്ല പ്രസിഡന്റ് കയ്യിലെത്തിയ. നോർമലി അങ്ങനെയാണ്. ലോക്സഭ ഓക്കെ പറഞ്ഞു പ്രസിഡന്റ് അടുത്തെത്തിയ പ്രസിഡന്റ് ഒപ്പിട്ട് അങ്ങ് പോവുക ചെയ്യുന്നത്. അല്ലാണ്ട് ഇങ്ങനെ റീകൺസിഡറേഷൻ എന്നുള്ള സംഭവം പ്രസിഡന്റിന് ഇല്ലാത്ത ഒരു അധികാരമാണ്. ഇതേ കാര്യം നമ്മൾ ഇവിടെയും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനാ ഭേദഗതി ബില്ലിലും അങ്ങനെ തന്നെയാണ്. പ്രസിഡന്റിന് തിരിച്ചയക്കാൻ പറ്റില്ല. മണി ബില്ലിലും പ്രസിഡന്റിന് തിരിച്ചയക്കാൻ പറ്റില്ല, മറക്കരുത് കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടത് ഓർഡിനറി ബില്ലും മണി ബില്ലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എന്തൊക്കെ പോയിന്റ്സ് നമ്മൾ പറഞ്ഞ് നമുക്കൊന്ന് ഓടിച്ച് പറയാം. എന്തൊക്കെ പോയിന്റ്സ് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞത്. ഓർഡിനറി ബില്ലാണെങ്കിൽ മിനിസ്റ്റർക്കോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് മെമ്പർക്കോ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ലോകസഭയിലോ രാജ്യസഭയിലോ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്നാൽ മണി ബില്ലിൻ്റെ കേസിൽ ലോകസഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ, അതും മിനിസ്റ്റർ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഓർഡിനറി ബില്ലാകുന്ന സമയത്ത് പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷൻ ആവശ്യമില്ല. എന്നാൽ മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷൻ ആവശ്യമുണ്ട്. ഇനി ഒരു ഓർഡിനറി ബില്ല് രാജ്യസഭയ്ക്ക് റിജക്റ്റ് ചെയ്യുകയോ അമെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ രാജ്യസഭയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെന്ത് ചെയ്യാം, അവർക്ക് വിത്തോട് റെക്കമെൻഡേഷൻ അവർ ലോകസഭയുടെ കയ്യിലോട്ട് കൊടുക്കണം എന്നുണ്ട്. ഇനി ഒരു ഓർഡിനറി ബില്ല് രാജ്യസഭയ്ക്ക് മാക്സിമം 6 മാസം വരെ ഡിറ്റെയിൻ ചെയ്യാം. പക്ഷേ മണി ബില്ലിൻ്റെ കേസിൽ വിത്തിൻ 14 ദിവസം, അതാണ് കണ്ടീഷൻ. ഇനി ഒരു ഓർഡിനറി ബില്ല് സ്പീക്കറിൻ്റെ സർട്ടിഫിക്കേഷൻ ആവശ്യമില്ല, മണി ബില്ല് സ്പീക്കറിൻ്റെ സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ട്. ഇനി ഒരു ഓർഡിനറി ബില്ലിൻ്റെ കേസിൽ 2 കൂട്ടരും അംഗീകരിച്ചാലേ നിയമമാകുള്ളൂ. അതുമാത്രമല്ല അവരുടെ ഇടയിൽ ഡെഡ്ലോക്ക് വന്ന ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കും. പക്ഷേ മണി ബില്ലിൻ്റെ കേസിൽ അങ്ങനെയൊന്നും ഇല്ല. ലോക്സഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ രാജ്യസഭയ്ക്ക് പിന്നെ അത് ഡിസഗ്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനൊന്നുമില്ല, ജോയിൻറ്റ് സിറ്റിംഗ് ഒന്നും ഇല്ല. ഓക്കെ, ഇനി ഒരു ഓർഡിനറി ബില്ല് പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ മന്ത്രിസഭ റിസൈൻ ചെയ്യേണ്ടി വരും. ഇവിടെ അങ്ങനെ തന്നെയാണ്, ഗവൺമെൻറ് റിസൈൻ ചെയ്യേണ്ടി വരും മണി ബില്ലിൽ. ഇനി ഒരു ഓർഡിനറി ബില്ലിനെ പ്രസിഡന്റിനെ റിജക്റ്റ് ചെയ്യാം, അപ്രൂവ് ചെയ്യാം, തിരിച്ചയക്കാം. മണി ബില്ലിന് തിരിച്ചയക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത ടോപ്പിക്ക് കമ്പാരിസൺ ആണ്. വീറ്റോ പവേഴ്സ് ഓഫ് പ്രസിഡന്റ് ആൻഡ് ഗവർണർ. അപ്പോൾ പ്രസിഡന്റ് ഗവർണർ അല്ലെ, അവിടെ പ്രസിഡന്റ് ഇവിടെ ഗവർണർ, അവിടെ പ്രധാനമന്ത്രി ഇവിടെ മുഖ്യമന്ത്രി, ഇവർ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യേണ്ട വളരെ ആവശ്യമാണ്. പ്രസിഡന്റിന് കേന്ദ്രത്തിലുള്ള പവേഴ്സ് നമ്മുടെ സംസ്ഥാനത്ത് ആർക്കുള്ളത്, ഗവർണർക്കാണുള്ളത്. അപ്പോൾ പ്രസിഡന്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പവറാണ് വീറ്റോ പവർ എന്ന് പറഞ്ഞത്. ഒരു ബില്ലിൻ്റെ മേലെയുള്ള പ്രസിഡന്റിൻ്റെ അധികാരമാണ്. അപ്പോൾ നമ്മൾ ആ ഓർഡിനറി ബില്ലിലും അതുപോലെ മണി ബില്ലിലും ഉള്ള ആ ഒരു ചേഞ്ചസ് ഒക്കെ നമ്മളിപ്പോൾ കണ്ടു. ഇനി പ്രസിഡന്റിന് ബില്ലിന്മേലുള്ള ആ ഒരു വീറ്റോ പവർ പോലെ തന്നെ ഗവർണർക്കും ഉണ്ട്, പവർ ഉണ്ട് ബില്ലിൻ്റെ മേലെ. അപ്പോൾ ആ പവറാണ് നമ്മളിനി കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ പ്രസിഡന്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു ഓർഡിനറി ബില്ലിലുള്ള പ്രസിഡന്റിൻ്റെ പവർ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, എവറി ഓർഡിനറി ബിൽ after it is passed by both the house of the parliament either singly or at a joint sitting is presented to the president for his assent. He has 3 alternatives. He may give his assent to the bill then comes an act. He may withhold the assent to the bill then ends and does not become an act. He may retain the bill for reconsideration of the houses if the bill is passed by both the houses again with or without amendments and presented to the president for his assent. The president must give his assent to the bill. Thus the president enjoys only a suspensive veto.
എന്താ പറയുന്നത്, ഒരു ഓർഡിനറി ബില്ല് പ്രസിഡന്റിൻ്റെ കയ്യിൽ കിട്ടുകയാണ്. എങ്ങനെ കിട്ടുന്നു? ആ ബില്ല് ലോകസഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിച്ചു, രണ്ട് കൂട്ടരും ആ ബില്ല് പാസ്സാക്കി, പ്രസിഡന്റിന് ഓപ്പണായിട്ട് ചിലപ്പോൾ അവർ ഒരുമിച്ച് അവർ സെപ്പറേറ്റ് അങ്ങ് പാസ്സാക്കാം, ചിലപ്പോൾ അവർ തമ്മിൽ ഡിസഗ്രിമെൻറ്റ് വരാം. അങ്ങനെ വന്നാൽ അവർ ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടും, അങ്ങനെ അവരത് അംഗീകരിക്കും. എങ്ങനെയായാലും ബില്ല് രണ്ട് സഭയെ അംഗീകരിച്ച് പ്രസിഡന്റ് കയ്യിൽ കിട്ടി. പ്രസിഡന്റ് എന്തൊക്കെ ചെയ്യാൻ കൈ കിട്ടിയ ബില്ലിൽ? ഒന്ന്, പ്രസിഡന്റിന് എന്ത് ചെയ്യാം? അസന്റ്, പ്രസിഡന്റിന് സമ്മതം കൊടുത്ത് ആ ബില്ല് അങ്ങ് ഒപ്പിടാം. അങ്ങനെ പ്രസിഡന്റ് ഒപ്പിട്ടാൽ ബില്ല് എന്താകും? ആക്റ്റ് ആവും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി മേ വിത്ത്ഹോൾഡ് ഹിസ് അസന്റ്, ആ ഒരു അംഗീകാരം പ്രസിഡന്റിനൊന്ന് നിർത്തിവെക്കാം, അംഗീകരിക്കാതിരിക്കാം. അപ്പോൾ എന്ത് പറ്റും? ആ ബില്ല് ഒരിക്കലും നിയമമാകില്ല, അല്ലേ? അംഗീകരിച്ചില്ലെങ്കിൽ നിയമമാകില്ല. ഇനി എന്താ ഒരു ഓപ്ഷനുള്ളേ? പ്രസിഡന്റിന് തോന്നുവാണ് ഇത് അവരോടൊക്കൊന്ന് തിരിച്ചയക്കാം, റീകൺസിലേഷന് വേണ്ടിയിട്ട് വിടാം. നിങ്ങൾ ഒന്നോടൊന്ന് നോക്ക്, എനിക്കിത് അങ്ങനെ ഒപ്പിടാൻ പറ്റില്ല, നിങ്ങൾ ചില ചേഞ്ചസ് ഒക്കെ വരുത്താൻ വേണ്ടി പ്രസിഡന്റിനെ തിരിച്ചയക്കാം. അങ്ങനെ തിരിച്ചയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ ആ ബില്ല് വീണ്ടും രണ്ട് ഹൗസിലും വീണ്ടും അവരത് അവതരിപ്പിച്ച് വീണ്ടും അവർ ചിലപ്പം പ്രസിഡന്റ് പറഞ്ഞ് അല്ലെങ്കിൽ അവരെന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരുത്താം, ചിലപ്പോൾ വരുത്താതിരിക്കുക. എങ്ങനെയാണെങ്കിലും വീണ്ടും ലോകസഭയും രാജ്യസഭയും പാസ്സാക്കി രണ്ടാമത് ആ ബില്ല് പ്രസിഡന്റിൻ്റെ ടേബിളിൽ എത്തിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് മസ്റ്റ് ഗീവ് ഹിസ് അസന്റ്, പ്രസിഡന്റ് ഉറപ്പായിട്ടും ഒപ്പിട്ടിരിക്കണം. അങ്ങനെ പ്രസിഡന്റിന് ഹി എൻജോയ്സ് ഓൺലി എ സസ്പെൻസീവ് വീറ്റോ. അപ്പോൾ അത് സസ്പെൻസീവ് വീറ്റോ. നമ്മുടെ പ്രസിഡന്റിന് ക്വാളിഫൈഡ് വീറ്റോ ഇല്ല, അബ്സല്യൂട്ട് വീറ്റോ ഉണ്ട്, സസ്പെൻസീവ് വീറ്റോ ഉണ്ട്, പോക്കറ്റ് വീറ്റോ ഉണ്ട്. പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞാൽ ബില്ല് ഇങ്ങനെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടിരിക്കും, എന്നുവെച്ചാൽ ബില്ല് ഒരു തീരുമാനവും ഇല്ലാണ്ട് പ്രസിഡന്റ് വെച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഓക്കെ, നോർമലി പ്രസിഡന്റ് അങ്ങ് ഒപ്പിട്ട് പോയാലും നിയമമായിക്കോളും. സസ്പെൻസീവ് വീറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് തിരിച്ചയക്കാം, പ്രസിഡന്റിന് തിരിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രസിഡന്റ് എന്ത് ചെയ്യണം? അംഗീകരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രസിഡന്റിൻ്റെ ബില്ലിൻ്റെ ഒരു ഓർഡിനറി ബില്ലിൻ്റെ മേലുള്ള അധികാരമാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഗവർണറുടെ റോൾ നോക്കാം. ഇതേ കേസിൽ കേട്ടോ, ഗവർണറുടെ കേസ് നോക്കാം. ഒരു ഓർഡിനറി ബില്ല് ഗവർണറുടെ കയ്യിൽ വരുന്ന സിറ്റുവേഷൻ ആണ്. വിത്ത് റിഗാർഡ് ടു ഓർഡിനറി ബിൽ, എവറി ഓർഡിനറി ബിൽ ആഫ്റ്റർ ഇറ്റ് ഇസ് പാസ്ഡ് ബൈ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ കേസ് ഓഫ് എ യൂണിക്യാമറൽ ലെജിസ്ലേറ്റർ ഓർ by both the house in case of a bicameral legislature, either in the first instance or in the second instance, is presented to the governor for his assent. He has 4 alternatives. He may give his assent to the bill then becomes an act. He may withhold his assent to the bill then ends and does not become an act. He may return the bill for reconsideration of the house or houses if the bill is passed by the house or houses again with or without amendments and presented to the governor. For his assent, the governor must give his assent to the bill. Thus, governor enjoys only a suspensive veto. He may reserve the bill for the consideration of the president. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട അതേ കാര്യം നമ്മളിപ്പോൾ പ്രസിഡന്റിൻ്റെ കയ്യിൽ ഒരു ബില്ല് വരുമ്പോൾ എന്താണ് ചെയ്യണം, അതേപോലെ തന്നെ ഗവർണർക്കും ചെയ്യാം. പക്ഷേ ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഓർഡിനറി ബില്ലിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു പ്രസിഡന്റിൻ്റെ കയ്യിൽ ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കി പ്രസിഡന്റ് അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പ്രസിഡന്റിന് 3 ഓപ്ഷൻസാണ് നമ്മളവിടെ കണ്ടത്, അല്ലേ? അസെൻറ്റ് ചെയ്യാം, വിത്ത്ഹോൾഡ് ചെയ്യാം, റീകൺസിഡറേഷൻ വേണ്ടി അയക്കാം. 3 ഓപ്ഷൻസാണ് കണ്ടത്. എന്നാൽ അത് ഗവർണറുടെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ ഗവർണർ ഹാസ് 4 ഓൾട്ടർനേറ്റീവ്സ്, 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഗവർണറുടെ അടുത്ത് എങ്ങനെ എത്തുക? ഇപ്പോൾ ഇവിടെ ലോകസഭ രാജ്യസഭ പാസ്സാക്കി പ്രസിഡന്റ് അടുത്ത് ചെല്ലണ പോലെ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ, ഇപ്പോൾ കേരളം ആണെങ്കിൽ നമുക്കൊരു നിയമസഭ മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ നിയമസഭയിൽ അംഗങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആ തീരുമാനം എടുത്ത് ആ ബില്ല് ഗവർണറുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നു. ഗവർണർക്ക് അതിൻ്റെ ബാക്കി പ്രൊസീജിയർ ചെയ്യാം. അത് യൂണിക്യാമറൽ ലെജിസ്ലേറ്ററുള്ളടുത്ത്, നിയമസഭ മാത്രമുള്ളടുത്ത്. ഇനി ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ടെങ്കിലോ, ദ്വിമണ്ഡലങ്ങളുള്ള സംസ്ഥാനത്താണെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അംഗീകരിക്കണം, ലെജിസ്ലേറ്റീവ് കൗൺസിലും അംഗീകരിച്ച് ഇനി അവർ 2 കൂട്ടരും കൂടെ അംഗീകരിച്ചതിന് ശേഷം അവർ ഗവർണറുടെ അടുത്തേക്ക് കൊടുക്കുകയാണ് അംഗീകാരം കിട്ടാൻ വേണ്ടി. അപ്പോൾ ഗവർണർക്ക് 4 കാര്യങ്ങളുള്ളത്. 3 കാര്യം പ്രസിഡന്റിനുള്ള അതേപോലെ തന്നെ പ്രസിഡന്റിൻ്റെ ബില്ല് എന്ത് ചെയ്യാം? പ്രസിഡന്റിൻ്റെ ബില്ല് ഒന്നല്ലെങ്കിൽ ഒപ്പിടാം, അത് പാസ്സാക്കാം. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഗവർണർക്ക് ഹി മേ ഗീവ് ഹിസ് അസെന്റ് ടു ദ ബിൽ ആക്ട് ആകാം. രണ്ടാമത് പ്രസിഡന്റ് എന്താ പറഞ്ഞ്? പ്രസിഡന്റിന് ആ ബില്ല് വിത്ത്ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞു, അല്ലേ? വിത്ത്ഹോൾഡ് ചെയ്താൽ അതൊരിക്കലും ആക്റ്റായിട്ട് മാറില്ല. ഗവർണർക്കും ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ഹി മേ വിത്ത്ഹോൾഡ് ഹിസ് അസെന്റ് ടു ദ ബില്ല്. അദ്ദേഹത്തിന് അംഗീകാരം കൊടുക്കാതെ പോയാൽ ബില്ല് അവിടെ എൻഡ് ചെയ്ത് ഒരിക്കലും ആക്റ്റ് ആവില്ല. പ്രസിഡന്റിന് 3ാമത്തെ ഓപ്ഷൻ എന്താ പറഞ്ഞ്? പ്രസിഡന്റ് റീകൺസിഡറേഷൻ വേണ്ടിയിട്ട് ഇവരുടെ ഇടയിലോട്ട് അയക്കാം എന്ന് പറഞ്ഞു, പക്ഷേ രണ്ടാമത് വരുമ്പോൾ ഒപ്പിടണമെന്ന് പറഞ്ഞു. അതേ കാര്യം ഇവിടെ ഗവർണർക്ക് എന്ത് ചെയ്യാം? ഹി മേ റിട്ടേൺ ദ ബിൽ ഫോർ ദ റീകൺസിഡറേഷൻ വേണ്ടി അയക്കാം. എന്നിട്ട് ബില്ല് 2 ഹൗസും കൂടെ പാസ്സാക്കി കഴിയുകയാണ്, അവർ വിത്തൗട്ട് അമെൻമെൻറ്റ്സ് പാസ്സാക്കി വീണ്ടും ഗവർണറുടെ മുന്നിൽ കൊണ്ടുവച്ച ഗവർണർ മസ്റ്റ് ഗീവ് ഹിസ് അസെന്റ് എന്നുള്ളതാണ്. അതായത് സസ്പെൻസീവ് വീറ്റോ. അത് 2 പേർക്കും അങ്ങനെ തന്നെ. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ ഒരു കാര്യം കൂടെ ഗവർണറുടെ കേസിലുണ്ട്. എന്താണ് 4ാമത്തെ കാര്യം എന്നറിയോ? ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ഗവർണർക്ക്. ഹി മേ റിസർവ് ദ ബിൽ ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ദ പ്രസിഡന്റ്.
പ്രസിഡന്റ് കൺസിഡർ ചെയ്യാൻ വേണ്ടി ഗവർണർക്ക് ആ ബില്ലിനെ എന്ത് ചെയ്യാൻ പറ്റും? റിസർവ് ചെയ്യാം, മാറ്റിവെക്കാം. എന്ത്? പ്രസിഡന്റിൻ്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഒപ്പിടുകയുമില്ല, തിരിച്ചയക്കുകയില്ല, വിത്ത്ഹോൾഡ് ചെയ്യുകയല്ല. ആൾ പറയുകയാണ് ഞാനിത് പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ബില്ല് പ്രസിഡന്റിൻ്റെ അടുത്തേക്ക് കൊടുക്കും. ഓക്കെ. നോർമലി when a state bill is reserved by the governor for the consideration of the president has 3 alternatives. ഇനി പ്രസിഡന്റിൻ്റെ കയ്യിലോട്ട് ചെല്ലുവാന്ന് വെച്ചോ. ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒരു ബില്ല് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറുടെ അടുത്തേക്ക് എത്തി നിയമസഭ പാസ്സാക്കി. ഗവർണർക്ക് തോന്നുകയാണ് ഞാൻ ഇത് പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷനിൽ കൺസിഡറേഷൻ വേണ്ടി അയക്കാൻ തോന്നുകയാണ്. അങ്ങനെ പ്രസിഡന്റിൻ്റെ കയ്യിൽ കിട്ടിയെന്ന് കരുതുക. പ്രസിഡന്റിന് എന്തൊക്കെ ചോയ്സ് ഉള്ളത്? പ്രസിഡന്റിന് വീണ്ടും 3 ഓൾട്ടർനേറ്റീവ്സ്. സാധാരണ ബില്ല് പോലെ തന്നെ അവിടെ അസെൻറ്റ്, ഹി മേ ഗീവ് ഹിസ് അസെൻറ്റ്, അത് അംഗീകരിക്കാം, അപ്പോൾ അത് നിയമമാകും. രണ്ടാമത്തെ ഓപ്ഷൻ ഹി മേ വിത്ത്ഹോൾഡ്, അംഗീകരിക്കാതിരിക്കാം, അപ്പോൾ അത് ഒരിക്കലും നിയമമാകുന്നില്ല. മൂന്നാമത് ആദ്യം നമ്മൾ കണ്ട പോലെ തന്നെ റിട്ടേൺ ചെയ്യാം ഫോർ ദ റീകൺസിഡറേഷൻ ഓഫ് ദ ഹൗസ്. ഈ ലെജിസ്ലേറ്ററിലോട്ട്, സ്റ്റേറ്റിലോട്ട് തന്നെ, നിയമസഭയിലോട്ട് തന്നെ റീകൺസിഡറേഷൻ വേണ്ടിയിട്ട് അയക്കാം. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ വീണ്ടും ഒന്നോട് നോക്കിയിട്ട് വീണ്ടും അവർ അയക്കുകയാണ് ബില്ല്. അങ്ങനെ രണ്ടാമത് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, വിത്തിൻ 6 months അവർ അയക്കണം കേട്ടോ. വിത്തിൻ 6 months അവർ അയക്കണം എന്നുണ്ട്. അങ്ങനെ അയച്ചു കഴിയുമ്പോഴേക്കും വീണ്ടും അവർ പാസ്സാക്കി പ്രസിഡന്റ് അടുത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ത് ചെയ്യണം? പ്രസിഡന്റ് ഈസ് നോട്ട് ബൗണ്ട് ടു ഗിവ് ഹിസ് അസെന്റ് ടു ദ ബിൽ. അതാണ് ഡിഫറൻസ്. പാർലമെൻറ്റിൽ നിന്ന് വരുന്ന ബില്ലാണെങ്കിൽ പ്രസിഡന്റ് റീകൺസിഡറേഷൻ വേണ്ടി അയച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ ഒരുമിച്ച് വീണ്ടും അതിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് വിത്തൗട്ട് അമെൻമെൻറ്റ് പ്രസിഡന്റ് ടേബിളിലോട്ട് രണ്ടാമത് കൊണ്ടുവന്ന ഹി മസ്റ്റ് ഗീവ് ഹിസ് അസെന്റ് എന്നാണ് പറഞ്ഞേ. പക്ഷേ സംസ്ഥാനത്തെ ഒരു ബില്ലാണെന്നുണ്ടെങ്കിൽ, ഗവർണർ കൊടുത്ത ബില്ലാണെങ്കിൽ പ്രസിഡന്റ് അവർക്ക് തിരിച്ചയച്ചു കഴിഞ്ഞപ്പോൾ അവരൊരു 6 മാസം കൊണ്ട് അവരെന്ത് ചെയ്യാണ്? ബില്ല് അവർ പാസ്സാക്കിയിട്ട് വിത്തൗട്ട് അമെൻമെൻറ്റ്സ് അവർ പാസ്സാക്കിയിട്ട് പ്രസിഡന്റ് മുന്നിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രസിഡന്റ് അവിടെ അത് ഒപ്പിട്ടോളണം, അംഗീകരിച്ചോളുന്ന യാതൊരു നിയമവും ഇല്ല. പ്രസിഡന്റിന് മേ ഗീവ് ഹിസ് അസെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ പ്രസിഡന്റിന് വേണ്ടാന്ന് വയ്ക്കാം. ഓക്കെ, അത് പ്രസിഡന്റിൻ്റെ തീരുമാനം. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ. ഇനി ഇതേപോലെ മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണെന്നുണ്ടെങ്കിൽ എവറി മണി ബിൽ, ഓരോ മണി ബില്ലും പാർലമെൻറ്റ് പാസ്സായി കഴിഞ്ഞാൽ പ്രസിഡന്റിന് മുന്നിൽ കൊടുക്കുമല്ലോ. അപ്പോൾ പ്രസിഡന്റ് എന്താ ചെയ്യുന്നത്? മണി ബില്ലിൻ്റെ കേസിൽ പ്രസിഡന്റിന് 2 ഓപ്ഷനുള്ളൂ നമ്മൾ പറഞ്ഞു. എന്താണ്? അസെൻറ്റ് ചെയ്യാം, അപ്പോൾ അത് നിയമമാകും, അല്ലെങ്കിൽ വിത്ത്ഹോൾഡ് ചെയ്യാം, അത് നിയമമാകില്ല, അവിടെ റീകൺസിഡറേഷൻ ഇല്ല എന്ന് പറഞ്ഞു. നോർമലി പ്രസിഡന്റ് അങ്ങ് ഒപ്പിട്ട് പോകും, കാരണം റെക്കമെൻഡേഷൻ കൂടിയിട്ടാണ് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. ഗവർണറുടെ കേസിൽ മണി ബില്ല് ചെല്ലുമ്പോഴോ ഗവർണറുടെ അടുത്തേക്ക് അസെൻറ്റിന് മണി ബില്ലുമായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഗവർണർക്ക് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എവരി മണി ബിൽ ഇവർ പാസ്സാക്കിയിട്ട് ഗവർണറുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവർണർക്ക് എന്ത് ചെയ്യാം? ആ ബില്ലിൽ ഒപ്പിടാം, നിയമമാകും, അല്ലെങ്കിൽ അത് തടഞ്ഞു വയ്ക്കാം, അപ്പോൾ നിയമമാകില്ല. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. പ്രസിഡന്റിന് ഈ 2 ഓപ്ഷനേ ഉള്ളൂ, തിരിച്ചയക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഗവർണർക്ക് അവിടെ 3 ഓപ്ഷനാണ്. എന്താണ്? അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം, പ്രസിഡന്റിൻ്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് മണി ബില്ലിനെയും റിസർവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഡിഫറൻസ്. ഓക്കെ, മണി ബില്ലിൻ്റെയും റിസർവേഷന് വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓർഡിനറി ബില്ലും അതുപോലെ മണി ബില്ലും 2 പ്രസിഡന്റിനും ഗവർണർക്കും ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിൻ്റെ കേസിൽ അക്സെപ്റ്റ് ചെയ്യാം, അതായത് അസെൻറ്റ് ഹി മേ ഗിവ് ഹിസ് അസെൻറ്റ്, വിത്ത്ഹോൾഡ് ചെയ്യാം, റീകൺസിഡറേഷൻ വേണ്ടി അയക്കാൻ, രണ്ടാമത് വന്നാൽ ഒപ്പിട്ട് അതങ്ങനെ പോകും, മസ്റ്റായിട്ട് ഒപ്പിടണം. അത് ഗവർണർക്കാണെങ്കിൽ ഈ നോർമലി ഇത് തന്നെ ഉണ്ട്, കൂടാതെ ഒരു ചോയ്സ് കൂടെ ഉണ്ട്, പ്രസിഡന്റിൻ്റെ ഒരു കൺസിഡറേഷൻ വേണ്ടി അയക്കാം എന്നുള്ളത്. അങ്ങനെ പ്രസിഡന്റിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പ്രസിഡന്റിനെ വീണ്ടും പാർലമെൻറ്റിലെ പോലെ തന്നെ 3 ഓപ്ഷനാണ്. പക്ഷേ അവിടെ തിരിച്ച് അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നത് മസ്റ്റ് ഗീവ് ഹിസ് അസെൻറ്റ് എന്നൊന്നുമില്ല, മേ ഓർ മേ നോട്ട്. അസെൻറ്റ് ഹി ക്യാൻ ഗീവ് ഹിസ് അസെൻറ്റ് ഓർ നോട്ട്, അവിടെ നിർബന്ധമില്ല എന്നുള്ളതാണ്. മണി ബില്ലിൻ്റെ കേസിലാണെങ്കിൽ 2 ഓപ്ഷൻ ഉള്ളൂ. പ്രസിഡന്റിന് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വിത്ത്ഹോൾഡ് ചെയ്യുക, ഒരിക്കലും തിരിച്ചയക്കാൻ പറ്റില്ല. ഗവർണർക്കും അങ്ങനെ തന്നെയാണ്. ഈ 2 ഉണ്ട്. അത് കൂടാതെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. എന്താണ്? പ്രസിഡന്റിൻ്റെ കൺസിഡറേഷൻ വേണ്ടി റിസർവ് ചെയ്യാം. ഓക്കെ. ദസ് ദ പ്രസിഡന്റ് കനോട്ട് റിട്ടേൺ എ മണി ബിൽ, ഒരിക്കലും മണി ബിൽ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. നോർമലി പ്രസിഡന്റ് അത് ഒപ്പിട്ട് അങ്ങ് പോകും, കാരണം ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പാർലമെൻറ്റ് വിത്ത് ദ പ്രീവിയസ് പെർമിഷൻ, അല്ലേ? പ്രീവിയസ് പെർമിഷനോട് കൂടിയിട്ടാണ് മണി ബിൽ അവതരിപ്പിക്കുന്നത്, അതുകൊണ്ട് നോർമലി ഒപ്പിടാറുണ്ട്, അല്ലേ? അതുപോലെ ഗവർണർ റിസർവ് ചെയ്ത് വരുന്ന ബില്ലാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് 2 ഓപ്ഷൻ ഉള്ളത്. അസെൻറ്റ് കൊടുക്കാം, അപ്പോൾ അത് ആക്ട് ആകും, അല്ലെങ്കിൽ അത് തടഞ്ഞു വയ്ക്കാം. ഓക്കെ, പ്രസിഡന്റ് ഒരിക്കലും ആ കേസിലും, അതായത് ഇപ്പം ഗവർണർ ഒരു മണി ബില്ല് ഒന്നല്ലെങ്കിൽ അംഗീകരിക്കാം, അല്ലെങ്കിൽ വിത്ത്ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രസിഡന്റിന് വേണ്ടി മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ മണി ബില്ല് പ്രസിഡന്റിൻ്റെ ടേബിളിൽ നിന്ന് വരികയാണ്. കേരളത്തിൽ ഒരു മണി ബില്ല് പ്രസിഡന്റ് അടുത്ത് എത്തിയാലും ഒന്നല്ലെങ്കിൽ ഹി ക്യാൻ ഗീവ് ഹിസ് അസെൻറ്റ്, അല്ലെങ്കിൽ ഹി ക്യാൻ വിത്ത്ഹോൾഡ്. അവിടെ മണി ബില്ലാണെങ്കിൽ സ്റ്റേറ്റിൽ നിന്ന് വന്നതാണെങ്കിൽ പ്രസിഡന്റിന് അത് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ. ഇനി ഗവർണറുടെ കേസിൽ നമ്മൾ പറഞ്ഞു, ഗവർണർ ഒരു മണി ബില്ല് റിസർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് അടുത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗവർണർക്ക് അവിടെ റോളില്ല.
പ്രസിഡന്റിന് റിസർവേഷൻ അല്ലെങ്കിൽ പ്രസിഡന്റിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചേക്കണ ഏത് ബില്ലാണെങ്കിലും പ്രസിഡന്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഗവർണർക്ക് റോളില്ല. പ്രസിഡന്റിന് അസെന്റ് കൊടുക്കാം, അത് ആക്ട് ആകാം, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം അല്ലേ. ദിസ് മീൻസ് ദാറ്റ് ദ അസെന്റ് ഓഫ് ദ ഗവർണർ ഈസ് നോ ലോങ്ങർ റിക്വയർഡ്. പിന്നെ അവിടെ ഗവർണർക്ക് റോളില്ല. ഒരു ബില്ല് ഗവർണറുടെ കയ്യിൽ കിട്ടുമ്പോൾ ഗവർണർ ആലോചിച്ച് വേണം, ഒന്നല്ലേ ഗവർണർ അത് ഹി ക്യാൻ ഗീവ് ഹിസ് അസെന്റ്, അങ്ങ് ഒപ്പിട്ട് നിയമമാക്കാം, അല്ലെങ്കിൽ ഹി ക്യാൻ വിത്ത് ഹോൾഡ് ചെയ്യാതെ നിയമമാവില്ല. ഇനി അല്ല മൂന്നാമത്തെ ചോയ്സ് എടുക്കുകയാണെങ്കിൽ പ്രസിഡന്റിന് തിരിച്ചയച്ചിട്ട് വീണ്ടും വരുമ്പോൾ ഒപ്പിട്ട് പോകണം എന്നുണ്ട്. ഓക്കെ, പക്ഷെ മണി ബില്ലിൻ്റെ കേസിൽ ഈ തിരിച്ചയക്കലില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ മണി ബില്ലിൻ്റെ കേസിൽ തിരിച്ചയക്കലില്ലാത്തപ്പോഴും നോർമൽ ബില്ലിൻ്റെ കേസിലാണെങ്കിലും പ്രസിഡന്റിന് വേണ്ടിയിട്ട് ഗവർണർക്ക് മാറ്റിവെക്കാം. അങ്ങനെ പ്രസിഡന്റിൻ്റെ അടുത്തേക്ക് ഗവർണർ ബില്ല് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സംസ്ഥാനത്തെ ബില്ല് ഗവർണർക്ക് യാതൊരു റോളും ഇല്ല. പിന്നെ പ്രസിഡന്റിൻ്റെ പവറാണ്. പ്രസിഡന്റിന് ഹി ക്യാൻ ഗിവ് ഹിസ് അസെന്റ് അല്ലെങ്കിൽ വിത്ത് ഹോൾഡ് ചെയ്യാം, പ്രസിഡന്റിന് റീകൺസിഡറേഷൻ വേണ്ടിയിട്ട് അയക്കാം. അങ്ങനെ സ്റ്റേറ്റിലോട്ട് റീകൺസിഡറേഷന് വേണ്ടിയിട്ട് മണി ബില്ല് അയക്കാൻ പറ്റില്ല, മറ്റ് നോർമൽ ബില്ല് അയക്കാൻ പറ്റുള്ളൂ. മണി ബില്ലിൻ്റെ കേസിലാണെങ്കിൽ പ്രസിഡന്റിന് റീകൺസിഡറേഷൻ ഇല്ല. ഇനി സ്റ്റേറ്റിലോട്ട് അയച്ച ബില്ല് തിരിച്ച് രണ്ടാമത് വരുമ്പോൾ പ്രസിഡന്റിന് എന്ത് ചെയ്യാം, പ്രസിഡന്റിന് അത് ഒപ്പിടണമെന്ന് നിയമമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ഒപ്പിടാം, ഇല്ലെങ്കിൽ ഒപ്പിടാതിരിക്കാം. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇനി നമ്മൾ വേറൊരു കമ്പാരിസൺ നോക്കുകയാണ്. കമ്പയറിങ് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് ഗവർണർ. ഓർഡിനൻസ് മേക്കിംഗ് പവർ, പ്രസിഡന്റിൻ്റെയും ഗവർണറുടെയും ഓർഡിനൻസ് മേക്കിംഗ് പവറാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്താണ് ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ? ഒരു ബില്ല് പോലെ, അതായത് ഒരു നിയമമാണ് ആക്ച്വലി ഓർഡിനൻസ് അല്ലേ. അപ്പോൾ പ്രസിഡന്റിനും ഓർഡിനൻസ് മേക്കിംഗ് പവറുണ്ട്, ഗവർണർക്കും ഈ പവറുണ്ട്. So he can promulgate an ordinance only when both the house of the parliament are not in the session or when either of the two house of the parliament is not in the session. എപ്പോഴാണ് പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്? എപ്പോഴാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുക? പാർലമെന്റിലെ ഇരു സഭകളും സെഷൻ കൂടാത്ത സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഇല്ലാത്ത സമയത്തുമാണ് പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാറ്. സോ ഹി ക്യാൻ പ്രൊമൾഗേറ്റ് ആൻ ഓർഡിനൻസ് എപ്പോഴാണ്? ഓൺലി വെൻ ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെന്റ് ആർ നോട്ട് ഇൻ സെഷൻ. പാർലമെന്റിലെ ലോക്സഭയും രാജ്യസഭയും രണ്ടുപേരും സെഷൻ കൂടാത്ത സമയത്ത്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ, ഐദർ ഓഫ് ദ ടു ഹൗസസ് ഓഫ് ദ പാർലമെന്റ് ഇസ് നോട്ട് ഇൻ സെഷൻ. ഒന്നല്ലെങ്കിൽ രണ്ടുപേരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭ നോട്ട് ഇൻ സെഷൻ, അവർ സഭ കൂടാത്ത ഒരു സമയത്തായിരിക്കും പ്രസിഡന്റിന് ഈ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റുക. ഓക്കെ, സെക്കൻഡ് പ്രൊവിഷൻ ഇംപ്ലൈസ് ദാറ്റ് ആൻ ഓർഡിനൻസ് ക്യാൻ ഓൾസോ ബി പ്രൊമൾഗേറ്റഡ് ബൈ ദ president when only one house is in session because a law can be passed by both the houses and not by one house alone. എന്ന് വെച്ചാൽ എന്താ? അതായത് ഇപ്പോൾ ലോകസഭയും രാജ്യസഭയും സമ്മേളനം കൂടുന്ന സെഷൻ കൂടുന്ന ഒരു സമയമാണെന്ന് വെച്ചോ. അപ്പോൾ അവർ തീരുമാനമെടുത്ത് അവർ പ്രസിഡന്റ് അടുത്ത് എത്തി, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുക. ഇപ്പോൾ ലോകസഭയും രാജ്യസഭയും സെഷനിൽ ഇല്ലാത്തൊരു സമയമാണ്, അവർ രണ്ടുപേരും ഇല്ല. ആ ഒരു സമയത്ത് പ്രസിഡന്റിന് ഈ ഓർഡിനൻസ് പുറപ്പെടുവിക്കാം. ഇപ്പോൾ ലോകസഭ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. ലോകസഭ ഒറ്റയ്ക്കുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. ഒരു തീരുമാനം അവിടെ എടുക്കണമെന്നുണ്ടെങ്കിൽ ലോകസഭ രാജ്യസഭ വേണം. ഒറ്റയ്ക്ക് ഒരു സഭയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ രാജ്യസഭ മാത്രമേ ഉള്ളെങ്കിലും അവർക്ക് മാത്രം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, മറ്റൊരും കൂടെ വന്ന് രണ്ട് കൂട്ടരും അംഗീകരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു കൂട്ടർ സെഷനിൽ ഇല്ലാത്ത സമയത്താണെങ്കിലും രണ്ട് സഭയും സെഷനില്ലാത്ത സമയത്താണെങ്കിലും പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാം. ഓക്കെ, ഗവർണറുടെ കേസിലോ ഹി ക്യാൻ പ്രൊമൾഗേറ്റ് ആൻ ഓർഡിനൻസ് ഓൺലി വെൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ കേസ് ഓഫ് എ യൂണികാമറൽ ലെജിസ്ലേറ്റർ is not in session, or in case of a bicameral legislature when both the house of the state legislature are not in the session, or when either of the two house of the state legislature is not in session. ഇതേപോലെ തന്നെ ഇപ്പം ഒരു ഏക മണ്ഡലമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂങ്കിൽ ആ നിയമസഭ സെഷനിൽ ഇല്ലാത്ത സമയത്ത് ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാം. അസംബ്ലിയും കൗൺസിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ട് കൂട്ടരോ സെഷൻ ഇല്ലാത്ത സമയത്ത് ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൗൺസിലും ഉള്ള ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് ഒരുമിച്ച് തീരുമാനം എടുക്കാൻ പറ്റില്ല, നിയമം ഉണ്ടാക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഐദർ വൺ ഓർ ടു നോട്ട് ഇൻ സെഷൻ, ആ സമയത്ത് ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാമെന്ന്. ഓക്കെ, ഇനി President can promulgate an ordinance only when he is satisfied that the circumstances exist which render it necessary for him to take immediate action. Governor also can promulgate an ordinance only when he is satisfied that circumstances exist which render it necessary for him to take the immediate action. ഇപ്പോൾ രണ്ടാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ഗവർണർ ആണെങ്കിലും അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം ആ ഒരു സർക്കംസ്റ്റൻസുമായിട്ട് അല്ലേ. അത് നെസസറി ആണെന്ന് തോന്നുമ്പോഴാണ് അവർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയെന്ന്, രണ്ട് കൂട്ടരാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ഗവർണർ ആണെങ്കിലും. ഇനി പ്രസിഡന്റിന്റെ കേസിൽ ഹിസ് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഇസ് കോ എക്സ്റ്റെൻസീവ് വിത്ത് ദ ലെജിസ്ലേറ്റീവ് പവർ ഓഫ് ദ പാർലമെന്റ്. This means that he can issue ordinances only on those subjects on which the parliament can make laws. പാർലമെന്റിന് നിയമം ഉണ്ടാക്കാൻ പറ്റുന്ന സബ്ജക്ട്സിൽ മാത്രമാണ് പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ.
സെയിം ഇവിടെ അല്ലേ, ഗവർണർ ക്യാൻ ഇഷ്യൂ ആൻ ഓർഡിനൻസ് ഓൺലി ഓൺ ദോസ് സബ്ജക്ട്സ് ഓൺ വിച്ച് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ക്യാൻ മേക്ക് ലോസ്. സംസ്ഥാന നിയമസഭയ്ക്ക് എന്ത് ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിലായിരിക്കണം ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റൂ. അതുപോലെ പാർലമെൻറ്റിന് നിയമം ഉണ്ടാക്കാൻ പറ്റുന്ന സബ്ജക്ട്സ് എന്താണോ അവിടെ മാത്രമായിരിക്കണം പ്രസിഡന്റിന് ഓർഡിനൻസ് ഇടാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആൻ ഓർഡിനൻസ് ഇഷ്യൂഡ് ബൈ ഹിം ഹാസ് ദ സെയിം ഫോഴ്സ് ആൻഡ് എഫക്റ്റ് ആസ് ആൻ ആക്ട് ഓഫ് ദ പാർലമെൻറ്റ്. Here, an ordinance issued by him has the same force and effect as an act of the state legislator. രണ്ടിടത്തും സെയിം ആണ്. അതായത് ഒരു പാർലമെൻറ്റ് ഒരു നിയമം ഉണ്ടാക്കുന്ന പോലെ തന്നെ അതേ ഫോഴ്സ് അതേ എഫക്റ്റ് തന്നെയായിരിക്കും പ്രസിഡൻറ്റിൻ്റെ ഈ ഒരു ഓർഡിനൻസിന്. അതുപോലെ ഗവർണർക്ക് ഒരു സംസ്ഥാന നിയമസഭയ്ക്ക് എങ്ങനെയാണോ അവരുടെ ഫോഴ്സും അതിൻ്റെ ഒരു എഫക്റ്റും എങ്ങനെയാണോ അതേപോലെ തന്നെയായിരിക്കും ഇവിടെ ഗവർണർ ഇഷ്യൂ ചെയ്യുന്ന ഓർഡിനൻസിനും അതിന് തുല്യമാണെന്ന് പറയുകയാണ്. ഇനി പ്രസിഡന്റിൻ്റെ കേസിൽ ആൻ ഓർഡിനൻസ് ഇഷ്യൂഡ് ബൈ ഹിം ഇസ് സബ്ജക്ട് ടു ദ സെയിം ലിമിറ്റേഷൻസ് ആസ് ആൻ ആക്ട് ഓഫ് ദ പാർലമെൻറ്റ്. ഒരു പാർലമെൻറ്റിലെ ഒരു ആക്ടിന് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടോ ആ ലിമിറ്റേഷൻസ് തന്നെ ഇവിടെ ഉണ്ടായിരിക്കും നമ്മുടെ പ്രസിഡന്റിൻ്റെ ഓർഡിനൻസിനും. അതായത് തമ്മിൽ വലിയ പവർ ഡിഫറൻസ് ഒന്നും ഇല്ല. പാർലമെൻറ്റിലെ നിയമം ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് പ്രസിഡന്റിൻ്റെ ഓർഡിനൻസ് എന്ന് പറയുകയാണ്. ദിസ് മീൻസ് ദാറ്റ് an ordinance issued by him will be invalid to the extent it makes any provision which the parliament cannot make. പാർലമെൻറ്റിന് നിയമം ഉണ്ടാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പാർലമെൻറ്റിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു പ്രൊവിഷനാണ് അതേ കാര്യത്തിന് പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിച്ചാലും അത് ഇൻവാൾവ് ആയി പോകും. പാർലമെൻറ്റിൻ്റെ ആ ഒരു ലിമിറ്റേഷൻസ് എല്ലാം ഈ പ്രസിഡന്റിൻ്റെ ഓർഡിനൻസിനും ഉണ്ടെന്ന് നിയമം ഉണ്ടാക്കുന്ന സമയത്ത്. ഇവിടെ അങ്ങനെ തന്നെ ഓർഡിനൻസ് ഇഷ്യൂഡ് ബൈ ഹിം ഇസ് സബ്ജക്ട് ടു ദ സെയിം ലിമിറ്റേഷൻസ് ആസ് ആൻ ആക്ട് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ. അതുപോലെ തന്നെ ദിസ് മീൻസ് ദാറ്റ് ദ ഓർഡിനൻസ് ഇഷ്യൂഡ് ബൈ ഹിം വിൽ ബി ഇൻവാലിഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഇറ്റ് മേക്സ് എനി പ്രൊവിഷൻ വിച്ച് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കനോട്ട് മേക്ക്. അതായത് സംസ്ഥാന നിയമസഭയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു, എങ്ങനെ ഒരു നിയമത്തിൽ എന്ത് ഫോഴ്സ് ഉണ്ടോ അതേ ഫോഴ്സും അതേ ലിമിറ്റേഷൻസും ഇവിടെ ഗവർണറുടെ ഓർഡിനൻസിനും ഉണ്ടെന്ന്. ഓക്കെ, ഇനി പ്രസിഡന്റ് ക്യാൻ വിഡ്രോ ആൻ ഓർഡിനൻസ് അറ്റ് എനി ടൈം. പ്രസിഡന്റ് പുറപ്പെടുവിച്ച ഒരു ഓർഡിനൻസ് എപ്പോൾ വേണമെങ്കിലും പ്രസിഡന്റിന് പിൻവലിക്കാം. ഇവിടെയും അങ്ങനെ തന്നെ ഗവർണർ ക്യാൻ വിഡ്രോ ആൻ ഓർഡിനൻസ് അറ്റ് എനി ടൈം. വലിയ ഡിഫറൻസ് ഒന്നുമില്ല അല്ലേ, എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. പ്രസിഡന്റ് ഹാസ് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഇസ് നോട്ട് എ ഡിസ്ക്രിഷണറി പവർ. സ്വന്തമായിട്ട് എനിക്ക് തോന്നുമ്പോൾ ഓർഡിനൻസ് പുറപ്പെടുവിക്കാമെന്നും പറഞ്ഞിട്ട് പ്രസിഡന്റിന് അങ്ങനെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റില്ല. ദാറ്റ്സ് നോട്ട് എ ഡിസ്ക്രിഷണറി പവർ. അതൊരു ഡിസ്ക്രിഷണറി പവർ അല്ല. ദിസ് മീൻസ് ദാറ്റ് ഹി ക്യാൻ പ്രൊമൾഗേറ്റ് ഓർ വിഡ്രോ ആൻ ഓർഡിനൻസ് ഓൺലി ഓൺ ദ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. അതായത് പ്രൈം മിനിസ്റ്റർ തലപ്പത്തിരിക്കുന്ന ഒരു മന്ത്രിസഭയുടെ ഒരു ഉപദേശത്തോടു കൂടി മാത്രമേ പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പ്രസിഡന്റിൻ്റെ ഒരു ഡിസ്ക്രിഷണറി പവർ അല്ല. നമുക്ക് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം. ഓർഡിനൻസ് മേക്കിംഗ് പവർ ഈസ് എ ഡിസ്ക്രിഷണറി പവർ ഓഫ് ദ പ്രസിഡന്റ്, ട്രൂ ഓർ ഫോൾസ് എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഓർഡിനൻസ് മേക്കിംഗ് പവർ എന്ന് പറഞ്ഞാൽ പാർലമെന്റിന് നിയമം ഉണ്ടാക്കുന്ന പോലെ തന്നെ പ്രസിഡന്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അധികാരമാണ്. പക്ഷേ അവിടെ കണ്ടീഷനും ഉണ്ട്. ഇറ്റ്സ് നോട്ട് എ ഡിസ്ക്രിഷണറി പവർ. ഇവിടെ പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന ആ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസോട് കൂടി മാത്രമേ പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റും. സെയിം ഹിയർ വി ക്യാൻ സി. നമ്മുടെ ഗവർണറുടെ കേസ് എടുത്താലും ഇത് തന്നെയാണ് സിറ്റുവേഷൻ. ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാം, പക്ഷേ ഇവിടെ എങ്ങനെയാണോ പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അഡ്വൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ചീഫ് മിനിസ്റ്റർ തലപ്പത്തുള്ള ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസോട് കൂടി മാത്രമേ ഗവർണർക്കും ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. ഇറ്റ്സ് ക്ലിയർ. നെക്സ്റ്റ് പോയിന്റ് നോക്കിയാൽ ആൻ ഓർഡിനൻസ് ഇഷ്യൂഡ് ബൈ ഹിം ഷുഡ് ബി ലേഡ് ബിഫോർ ബോത്ത് ദ ഹൗസ് ഓഫ് ദ പാർലമെന്റ് വെൻ ഇറ്റ് റീഅസംബിൾസ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ആൻ ഓർഡിനൻസ് ഇഷ്യൂഡ് ബൈ ഹിം ബി ലേഡ് ബിഫോർ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓർ ബോത്ത് ദ ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഇൻ കേസ് ഓഫ് എ ബൈക്യാമറൽ ലെജിസ്ലേറ്റർ വെൻ ഇറ്റ് റീഅസംബിൾസ്. എന്താ പറയുന്നത്? പ്രസിഡന്റ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു, ഓക്കെ, അത് രണ്ട് സഭകളും സെഷനിൽ ഇല്ലാത്ത സമയത്താണ്. എന്നാൽ ഇവർ തിരിച്ചു വരുമ്പോൾ പാർലമെന്റ് റീഅസംബിൾ ചെയ്യുന്ന സമയത്ത് അവരുടെ മുൻപിൽ ഇത് അവതരിപ്പിക്കണം, അവർ അംഗീകരിക്കണം. അതേപോലെ തന്നെയാണ് ഗവർണർ പുറപ്പെടുവിക്കുന്ന ഒരു ഓർഡിനൻസ് ഒരു ബൈക്യാമറൽ ലെജിസ്ലേറ്റീവ് ഉള്ള സംസ്ഥാനത്താണെങ്കിൽ, അതായത് ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങൾക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൗൺസിലുള്ള സംസ്ഥാനമാണെങ്കിൽ അവർ ഒരുമിച്ച് വീണ്ടും കൂടുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളം പോലെ നിയമസഭ മാത്രമുള്ള സംസ്ഥാനമാണെങ്കിൽ അവർ വീണ്ടും വരുമ്പോഴും അവരുടെ മുൻപിൽ ഈ ഓർഡിനൻസ് വീണ്ടും അവതരിപ്പിക്കപ്പെടും. ഇപ്പോൾ ഗവർണർ പുറപ്പെടുവിച്ചതാണെന്ന് കരുതിയിട്ടോ പ്രസിഡന്റ് ഇറക്കിയ ഓർഡിനൻസ് ആണെന്ന് കരുതിയിട്ടോ അതങ്ങനെ നിയമമായി പോവില്ല ഒരിക്കലും. ഇവർ സെഷനിൽ ഇല്ലാത്തപ്പോഴാണല്ലോ ഈ ഓർഡിനൻസ് പുറപ്പെടുവിച്ചത്. പക്ഷേ ഇവർ വീണ്ടും വരുമല്ലോ, വീണ്ടും വരുമ്പോൾ അവരത് ഡിസ്കസ് ചെയ്യും. ക്ലിയർ ആയോ? നെക്സ്റ്റ് പോയിന്റ്, ആൻ ഓർഡിനൻസ് ഇസ് ഇഷ്യൂഡ് ബൈ ഹിം ceases to operate on the expiry of 6 weeks from the reassembly of the parliament. ഒരു കണ്ടീഷനാണ് പറയണേ, പ്രസിഡന്റ് പുറപ്പെടുവിച്ച ഓർഡിനൻസ് പാർലമെന്റ് വീണ്ടും കൂടുമ്പോൾ അവരുടെ മുന്നിലോട്ട് അത് അവതരിപ്പിക്കപ്പെടുമല്ലോ, അവിടെ നിന്ന് 6 weeks സമയം കൊടുക്കും.
6 ആഴ്ച സമയത്തിനുള്ളിൽ ഇവരത് നോക്കി അവരും കൂടെ അംഗീകരിക്കണം എന്നുള്ളതാണ്. ഇറ്റ് മേ സീസ് ടു ഓപ്പറേറ്റ് ഈവൻ earlier than the prescribed 6 weeks if both the House of the Parliament pass a resolution disapproving. അതായത് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടൊരു ഓർഡിനൻസ് പ്രസിഡന്റ് പുറപ്പെടുവിച്ചു, അത് പാർലമെൻറ്റ് റീഅസംബിൾ ചെയ്തപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു ടൈം കൊടുക്കുകയാണ്, ഒരു 6 ആഴ്ച സമയം കൊടുക്കുകയാണ്. ആ 6 ആഴ്ചയ്ക്കുള്ളിൽ ഇവരിത് പഠിച്ചിട്ട് ഇവരിത് അപ്രൂവ് ചെയ്യണം. ഇതിവർ ഡിസപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഡിനൻസിൻ്റെ വാലിഡിറ്റി അവിടെ പോവുകയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ചിലപ്പോൾ ലോകസഭയായിരിക്കും ആദ്യം കൂടുന്നത്, ചിലപ്പോൾ രാജ്യസഭ ആയിരിക്കും ആദ്യം കൂടുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാകാം. അപ്പോൾ ഇവിടെ പറയുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 വീക്സ് ടൈം കൊടുക്കുന്നുണ്ട്. ഈ 2 ഹൗസസും ഈ റെസൊല്യൂഷൻ ഇവർ പഠിക്കാനും ഇവർ അംഗീകരിക്കാനും വേണ്ടി കൊടുക്കുന്ന ഒരു സമയമാണ് ഈ 6 വീക്സ് എന്നുള്ളത്. ഇവർ സെഷൻ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ ഇവരത് അംഗീകരിച്ചില്ലെങ്കിൽ ഡിസപ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. ഇവർ ഡിസപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോകും എന്നുള്ളതാണ്. ഇവിടെയാണെങ്കിലും ഓർഡിനൻസ് ഗവർണർ ഇഷ്യൂ ചെയ്യണത് ഓൺ ദ എക്സ്പയറി ഓഫ് 6 വീക്സ്. അവർ രണ്ടുപേരും വീണ്ടും സമ്മേളനം സെഷനിൽ വന്നു കഴിഞ്ഞാൽ 6 ആഴ്ചക്കുള്ളിൽ അവർ അംഗീകരിക്കണം. അവർ അംഗീകരിച്ച് 6 ആഴ്ച എന്നുള്ളത് മാക്സിമം ടൈം പീരീഡാണ് കേട്ടോ കൊടുക്കുന്നത്. 6 ആഴ്ചയ്ക്ക് മുന്നേ എപ്പോൾ വേണമെങ്കിലും മാക്സിമം ടൈം പീരീഡ് കൊടുക്കുകയാണ് 6 വീക്സ് എന്നുള്ളത് ഇവർ സെഷനിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പോൾ നോർമലി നമുക്കറിയാം, ഇപ്പോൾ ഒരു പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനത്തിന് ഇടയിലുള്ള ഒരു മാക്സിമം ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 6 months ആണ്. 6 മാസത്തിന് അപ്പുറത്തേക്ക് ഇവർ സമ്മേളനം നടത്താതിരിക്കാൻ പറ്റില്ല ഓക്കെ. അപ്പോൾ അവിടെ ഒരു 6 months ഉണ്ട്. അങ്ങനെ അവർ 6 മാസം, ചിലപ്പോൾ ഇപ്പോൾ ജനുവരിയിൽ അവർ സമ്മേളനം നടത്തി, പിന്നെ അവർ 6 മാസം കഴിഞ്ഞിട്ടാണ് അവർ വരണേന്ന് വെച്ചോ. അപ്പോൾ അവിടെ ഒരു 6 മാസം വന്നു. ഇനി ഇവർ വീണ്ടും സെഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരു 6 ആഴ്ചയും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു ഓർഡിനൻസ് ഇവർക്ക് അംഗീകരിക്കാനുള്ള മാക്സിമം ടൈം കൊടുക്കുന്നത് 6 മാസവും 6 ആഴ്ചയാണ്. മാക്സിമം ടൈം പീരീഡാണ് പറയണത്. അല്ലാണ്ട് ഇപ്പം ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു, പ്രസിഡന്റ് ഓർഡിനൻസ് ഇടുന്ന സമയത്ത് പാർലമെൻറ്റ് സെഷനിൽ ഇല്ലായിരുന്നു, പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവർ സമ്മേളനം നടത്തിയാൽ എന്നാണ് ഇവർ കൂടുന്നത്, നെക്സ്റ്റ് 6 ആഴ്ചയ്ക്കുള്ളിൽ ഇവരത് അംഗീകരിക്കണം. അവരത് അംഗീകരിച്ചില്ലെങ്കിൽ ആ ഓർഡിനൻസ് അവിടെ നിന്ന് തള്ളിപ്പോകും എന്നാണ് പറഞ്ഞത്. സെയിം കണ്ടീഷനാണ് ഗവർണറുടെ കേസിൽ. ഈ 6 വീക്സ് എന്നുള്ളത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, 6 വീക്സ് 4 വീക്സ് 6 months ഒക്കെ കൊടുക്കും. അപ്പോൾ സമ്മേളനം ഇവർ വീണ്ടും കൂടിക്കഴിഞ്ഞാൽ 6 ആഴ്ചയാണ് സമയം കൊടുക്കണേ. അല്ല ഇവർ മാക്സിമം ടൈം പീരീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 months 6 weeks നമ്മൾ പറയണം ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, ഹി നീഡ്സ് നോ ഇൻസ്ട്രക്ഷൻ ഫോർ മേക്കിംഗ് ആൻ ഓർഡിനൻസ്. ഗവർണറുടെ കേസിൽ ഹി കനോട്ട് മേക്ക് ആൻ ഓർഡിനൻസ് വിത്തൗട്ട് ദ ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ പ്രസിഡന്റ് ഇൻ 3 cases. അതായത് പ്രസിഡന്റിന് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആരുടെ ഇൻസ്ട്രക്ഷൻ വേണ്ട. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അല്ലേ, അദ്ദേഹത്തിന് ആരുടെ ഇൻസ്ട്രക്ഷൻ വേണ്ട. പ്രസിഡന്റിൻ്റെ അതേ പവർ ഉണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഗവർണർക്ക്. പക്ഷേ അവിടെ ഗവർണർക്ക് ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താ വെച്ചാൽ ഹി കനോട്ട് മേക്ക് ആൻ ഓർഡിനൻസ് വിത്തൗട്ട് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം പ്രസിഡന്റ് ഇൻ 3 cases. 3 കേസിൽ ഗവർണർക്ക് ഒരു ഇൻസ്ട്രക്ഷൻ വേണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കേസ്, ഇഫ് എ ബിൽ കണ്ടെയ്നിങ് ദ സെയിം പ്രൊവിഷൻ വുഡ് ഹാവ് റിക്വയർഡ് ദ പ്രീവിയസ് സാങ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ് ഫോർ ദ ഇൻട്രൊഡക്ഷൻ ഇൻ ടു ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ. അതായത് ഒരു സംസ്ഥാന നിയമസഭയിൽ ഇപ്പോൾ പ്രസിഡന്റിൻ്റെ ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് സാങ്ഷൻ വേണമെന്ന് വെച്ചോ പ്രസിഡന്റിന് ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത്, ചില ബില്ലിൻ്റെ കേസ് നമ്മൾ പറയാറില്ലേ പ്രസിഡന്റിൻ്റെ മുൻകൂർ അനുവാദം വേണം, പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷൻ കൂടിയിട്ടാണ് ചില ബില്ല് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനുള്ള ബില്ലാണെന്നുണ്ടെങ്കിൽ അവിടെ വ്യത്യാസം ഉണ്ടെന്നാണ് പറയണത്. He cannot make an ordinance without the instructions from the president in 3 cases. എന്താണ് ഫസ്റ്റ് കേസ്? If a bill containing the same provision would have required the previous sanction of the president for the introduction into state law. സംസ്ഥാന നിയമസഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ പ്രസിഡന്റിൻ്റെ മുൻകൂറായിട്ടുള്ള ഒരു സാങ്ഷൻ വേണ്ട ഒരു ബില്ലാണെങ്കിൽ ആ ബില്ലിൽ കയറിയിട്ട് നമ്മുടെ ഗവർണർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗവർണർക്ക് ആ ഒരു ഹി കനോട്ട് മേക്ക് ആൻ ഓർഡിനൻസ്, അതിൽ ഗവർണർക്ക് ഒരു ഓർഡിനൻസ് അങ്ങനെ ഒരു പ്രസിഡന്റ് പറയാണ്ട് പുറപ്പെടുവിക്കാൻ പറ്റില്ല. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ if he would have deemed it necessary to reserve a bill containing the same provision for the reconsideration. ഇപ്പോൾ ഗവർണറുടെ കയ്യിൽ ചില ബില്ല് കിട്ടുമ്പോൾ ഗവർണർ പറയില്ലേ ഞാനിത് പ്രസിഡന്റിൻ്റെ റീകൺസിഡറേഷൻ ഇട്ട് മാറ്റി വെക്കുകയാണ്, അത്തരം ബില്ലാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിൻ്റെ ഇൻസ്ട്രക്ഷൻ ഇല്ലാണ്ട് ഗവർണർക്ക് അതിന് മേലെ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റില്ല. മൂന്നാമത്തെ കേസ്, ഇഫ് an act of the state legislature containing the same provision would have been invalid without receiving the president assent. അതായത് പ്രസിഡന്റിൻ്റെ സമ്മതം ഇല്ലാതെ ഇത് ഇൻവാലിഡ് ആയി പോകും എന്നുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും അവിടെ ഗവർണർക്ക് പ്രസിഡന്റിൻ്റെ അനുവാദം വേണം. ഒന്നുകൂടെ പറയാം, 3 കേസിൽ ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റില്ല പ്രസിഡന്റിൻ്റെ നിർദ്ദേശമില്ലാതെ. ഏതൊക്കെയാണ് 3 കേസ്? ഒന്നാമത്തത്, നോർമലി ചില ബില്ല് അവതരിപ്പിക്കാൻ പ്രസിഡന്റിന് അനുവാദം വേണം. അങ്ങനെ ഒരു ബില്ലാണ്, ആ ഒരു വിഷയത്തിന്മേൽ ചാടിക്കയറി ഗവർണർക്ക് ഓർഡിനൻസ് ഇടാൻ പറ്റില്ല. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ചില ബില്ലൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ഗവർണർ തന്നെ പറയാറുണ്ട് പ്രസിഡന്റിന്റെ കൺസിഡറേഷൻ ഞാൻ ഇത് മാറ്റി വെക്കുകയാണ്. അത്തരം ബില്ലിന്റെ മേലിൽ ഗവർണർക്ക് ചാടിക്കയറി ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റില്ല. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കണ്ടീഷൻസിൽ, അതായത് പ്രസിഡന്റിന്റെ സമ്മതം ഇല്ലാണ്ട് മുന്നോട്ട് പോവില്ല എന്നുള്ള ചില പ്രൊവിഷൻസ് ഉള്ള കേസിലാണെങ്കിലും അത്തരം ബില്ലിൻ്റെ അല്ലെങ്കിൽ അത്തരം നിയമത്തിൻ്റെ പേരിൽ ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റില്ല. ഗവർണർക്കാണ്. അപ്പോൾ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, നമുക്ക് ഇത്ര അറിയേണ്ടതുള്ളൂ. ഏതെങ്കിലും ഒരു ഓർഡിനൻസ് പ്രസിഡന്റ് പുറപ്പെടുവിക്കുമ്പോൾ അദ്ദേഹത്തിന് ആരുടെയെങ്കിലും ഇൻസ്ട്രക്ഷൻ വേണോ, അതെയോ സ്വന്തമായിട്ട് ആ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റുമോ ഇല്ലയോ. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ യെസ്, പ്രസിഡന്റ് ക്യാൻ ഗീവ് അല്ലെങ്കിൽ പ്രസിഡന്റ് ക്യാൻ ഇഷ്യൂ ആൻ ഓർഡിനൻസ് വിത്തൗട്ട് എനി ഇൻസ്ട്രക്ഷൻ. ആരുടെ ഇൻസ്ട്രക്ഷൻ വേണ്ട, എപ്പോൾ വേണമെങ്കിലും ഈ സഭാ സെഷനിൽ ഇല്ലാത്ത സമയത്ത് പ്രസിഡന്റിന് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാം. സെയിം കേസ് ഗവർണറുടെ കേസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗവർണർക്ക് ആരുടെയും ഇൻസ്ട്രക്ഷൻ ഇല്ലാണ്ട് ഓർഡിനൻസ് പുറപ്പെടുവിക്കാമോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് റോങ്. ഈ 3 കണ്ടീഷനിൽ ഗവർണർക്ക് പ്രസിഡന്റിൻ്റെ ഇൻസ്ട്രക്ഷൻ വേണം. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. നമ്മൾ ഈ കണ്ടതിൽ ഈ ഒരു ഓർഡിനൻസ് മേക്കിംഗ് പവറിൽ ഈ ഒരു ഡിഫറൻസ് മാത്രമാണ് ഇപ്പോൾ രണ്ടുപേരിലും കണ്ടത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിരുന്നു അല്ലേ. നമ്മൾ കമ്പയർ ചെയ്തത് ഓർഡിനൻസ് മേക്കിംഗ് പവറാണ് പ്രസിഡന്റിൻ്റെയും ഗവർണറുടെയും. നെക്സ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പാർഡനിങ് പവറാണ്. പ്രസിഡന്റിന് പാർഡനിങ് പവർ ഉണ്ട്, ഗവർണർക്കും പാർഡനിങ് പവർ ഉണ്ട്. എന്താ അത്? അതായത് ഒരു കുറ്റവാളിക്ക്, ഒരു കുറ്റം ചെയ്ത ആൾക്ക് അയാൾക്ക് മാപ്പ് കൊടുക്കാം, അയാൾക്ക് ശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കാം. അങ്ങനെയുള്ള കുറച്ച് അധികാരങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ പ്രസിഡന്റിനും ഉണ്ട്, നമ്മുടെ സംസ്ഥാനത്ത് ഗവർണർക്കും ഉണ്ട്. അവിടെ ഇവർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, പ്രസിഡന്റിന് ഹി ക്യാൻ പാർഡൺ, റിപ്രൈവ്, റെസ്പൈറ്റ്, റെമിറ്റ്, സസ്പെൻഡ് ഓർ കമ്മ്യൂട്ട് ദ പണിഷ്മെൻറ്റ്. അതായത് നോർമലി ഒരു കുറ്റവാളിനെ ശിക്ഷിച്ചു, കോടതി ശിക്ഷിച്ചു, പ്രസിഡന്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നറിയോ? പ്രസിഡന്റ് അയാൾക്ക് മാപ്പ് കൊടുക്കാം, പൂർണ്ണമായിട്ടും ഇയാൾ കുറ്റവിമുക്തനായിട്ട് പോട്ടെ, അയാൾ ചെയ്ത കുറ്റവും അയാളുടെ ശിക്ഷയും ഒക്കെ മാറ്റി പ്രസിഡന്റ് അയാളെ വെറുതെ വിടാനുള്ള ഒരു അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട്. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് ഇപ്പം 10 വർഷത്തേക്ക് അയാളെ ജയിൽവാസമാണ് അയാൾക്ക് കൊടുത്തിരിക്കുന്നത് കോടതി. പ്രസിഡന്റ് വേണമെങ്കിൽ ഇളവ് കൊടുക്കാം, ചില സിറ്റുവേഷനൊക്കെ പരിഗണിച്ച് അത് കുറയ്ക്കാൻ പറ്റും. ടൈം റെമിഷൻ അല്ലേ, റെമിറ്റ് എന്നുള്ളത്. പിന്നെ പ്രസിഡന്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗർഭിണിയായ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയൊക്കെ ആണെങ്കിൽ ആ ശിക്ഷയുടെ സ്വഭാവത്തിലൊരു മാറ്റം വരുത്താം. ഇപ്പോൾ ജീവപര്യന്തം എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണമെങ്കിൽ അത് മാറ്റിയിട്ട് ജയിൽവാസം കൊടുക്കാം. അങ്ങനെ സ്വഭാവത്തിൽ മാറ്റം കൊടുക്കാൻ പറ്റും. ഇങ്ങനെ പല രീതിയിൽ പ്രസിഡന്റിന് പാർഡനിങ് പവർ ഉണ്ട്. പക്ഷെ അവിടെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഗവർണർ ഹി ക്യാൻ പാർഡൺ, റിപ്രൈവ്, റെസ്പെക്ട്, റെമിറ്റ്, സസ്പെൻഡ് ഓർ കമ്മ്യൂട്ട് ദ പണിഷ്മെന്റ് or sentence of any person convicted of any offence against a state law. സംസ്ഥാനത്ത് സ്റ്റേറ്റ് ലോയുടെ കേസിലാണ് ഗവർണർക്ക് ഈ പറഞ്ഞ പവേഴ്സൊക്കെ ഉള്ളത്. സെൻട്രൽ ലോയുടെ കേസിലാണ് പ്രസിഡന്റിന് ഈ പറഞ്ഞ പവേഴ്സൊക്കെ ഉള്ളത്. ഇവിടെ പ്രസിഡന്റ് ക്യാൻ പാർഡൺ, റിപ്രൈവ്, റെസ്പെക്ട്, റെമിറ്റ്, സസ്പെൻഡ് ഓർ കമ്മ്യൂട്ട് എ ഡെത്ത് സെൻറ്റൻസ്. ഡെത്ത് സെൻറ്റൻസ് വരുമ്പോൾ അതായത് ഒരു വധശിക്ഷയുടെ കേസിലാണ് ഇവർ തമ്മിലൊരു വ്യത്യാസം. ബാക്കി എല്ലാ കേസിലും പ്രസിഡന്റിൻ്റെ അതേ അധികാരം ഗവർണർക്കുണ്ട്. പക്ഷെ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടെന്ന് കരുതുക. ആ കേസിൽ പ്രസിഡന്റിന് ഈ പറഞ്ഞ ആളുടെ ശിക്ഷ പൂർണ്ണമായിട്ട് മാറ്റാനും മാപ്പ് കൊടുക്കാനും ഒക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ അവിടെ ശ്രദ്ധിക്കണം, ഗവർണർ ക്യാനോട്ട് പാർഡൺ എ ഡെത്ത് സെൻറ്റൻസ്. ഗവർണർക്ക് ഒരു ഡെത്ത് സെൻറ്റൻസിൻ്റെ കേസിൽ പാർഡനിങ് പവർ, ആ പാർഡൺ എന്ന് പറഞ്ഞ ഒരു പവർ ഇല്ല. ഈവൻ ഇഫ് എ സ്റ്റേറ്റ് ലോ പ്രിസ്ക്രൈബ്, ഒരു സംസ്ഥാന നിയമം അങ്ങനെ പറഞ്ഞാൽ പോലും ഗവർണർക്ക് ആ ഒരു പവർ ഇല്ല എന്നുള്ളതാണ് കേട്ടോ. പവർ ടു ഗ്രാൻഡ് പാർഡൺ ലൈസ് വിത്ത് ദ പ്രസിഡന്റ്. അവിടെ പ്രസിഡന്റിനാണ് ആ ഒരു പവർ ഉള്ളൂ, നോട്ട് ദ ഗവർണർ. ബട്ട് ദ ഗവർണർ ക്യാൻ സസ്പെൻഡ്, റെമിറ്റ് ഓർ കമ്മ്യൂട്ട് ഡെത്ത് സെൻറ്റൻസ്. ഇപ്പോൾ വേണമെങ്കിൽ അതിനെ ഒന്ന് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി അല്ലെങ്കിൽ അതിൽ ഇളവ് അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞൊരു അധികാരം വധശിക്ഷയിൽ ആർക്കില്ല? ഗവർണർക്കില്ല, പ്രസിഡന്റിനുണ്ട്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പാർഡനിങ് പവർ പ്രസിഡന്റ് ആൻഡ് ഗവർണർ. ഈ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. He can grant pardon, reprieve, respite, suspension, remission or commutation in respect of punishment of a sentence by a court martial, that is military court. ഇവിടെ he does not possess any such power. ഒരു കേസും കൂടെ ഉണ്ട്. മിലിറ്ററി കോർട്ടിൻ്റെ കേസാണെങ്കിലും ഈ പറഞ്ഞ എല്ലാ പവേഴ്സും പ്രസിഡന്റിനുണ്ട്, ഗവർണർക്കില്ല. അപ്പോൾ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാർഡനിങ് പവർ. പ്രസിഡന്റിൻ്റെയും ഗവർണറുടെയും പാർഡനിങ് പവറാണ് നമ്മൾ കമ്പയർ ചെയ്തത്. അവിടെ ഒരേ ഒരു കാര്യം ഓർത്താൽ മതി, നോർമലി പ്രസിഡന്റിനുള്ള എല്ലാ അധികാരവും ഗവർണർക്കുണ്ട് പാർഡനിങ് പവറിൽ. അതായത് ഇത്രയെല്ലാം അധികാരങ്ങൾ, ശിക്ഷ കുറയ്ക്കാം, ഇളവ് കൊടുക്കാം, അതിൻ്റെ സ്വഭാവം മാറ്റാം, മാപ്പ് കൊടുക്കുക ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ, ഡെത്ത് സെൻറ്റൻസിൻ്റെ കേസിൽ മാത്രം ഗവർണർക്ക് എന്തില്ല? പാർഡനിങ് പവർ ഇല്ല. പിന്നെ ഈ ഒരു മിലിറ്ററി കോർട്ടിൻ്റെ കേസിലാണെങ്കിൽ ഗവർണർക്ക് ഒരു പവറും ഇല്ല. അതാണ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഫുൾ കമ്പാരിസൺ ആണ് കണ്ടത്. ഒരു ഓർഡിനറി ബില്ല്, മണി ബില്ല് തമ്മിലുള്ള കമ്പാരിസൺ, അതുപോലെ ഓർഡിനൻസ് മേക്കിംഗ് പവർ, വീറ്റോ പവർ, പാർഡനിങ് പവറിലുള്ള പ്രസിഡന്റിൻ്റെയും ഗവർണറുടെയും കമ്പാരിസൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഓരോന്നും. നിങ്ങൾ റിവൈസ് ചെയ്യുക.
ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.